ഇന്നും ലാലേട്ടൻ ഷാനവാസിനോട് ചൂടാവുന്നുണ്ട്. കാര്യം എന്തോ ഒരു അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇടയ്ക്കേറി സംസാരിക്കുന്ന എന്തോ ഒരു ആക്ട് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതിനെയാണ് ലാലേട്ടൻ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത്. നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ഇറങ്ങി പോവാം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും ഷാനവാസിന് കണക്കിന് കിട്ടുന്നുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും. പുള്ളിക്കാരൻ കാണിക്കുന്ന ഓരോ ആക്ടിനും ലാലേട്ടൻ ശക്തമായ രീതി പ്രതികരിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരൻ സ്വഭാവം കൊണ്ട് തന്നെയാണ്. വരുന്ന ആഴ്ചകളിൽ ലാലേട്ടൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിച്ചിരുന്ന ഒരാളാണ് ഷാനവാസ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഷാനവാസിൻ്റെ സ്വഭാവവും വീട്ടുകാരെ പറച്ചിലും ഒന്ന് പറഞ്ഞ അടുത്തതിന് അവരെ പിടിച്ച് തള്ളുന്നു, അടിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം പുറത്തെടുത്തത് കൊണ്ട് തന്നെ ഷാനവാസിനോട് ലാലേട്ടനും ഇപ്പോൾ വലിയ മതിപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പുള്ളിക്കാരൻ ഷാനവാസിനോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളിക്കാരൻ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളിലും ഷാനവാസിൻ്റെ അഭിപ്രായം പറയുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ സംസാരിച്ചാൽ ഷാനവാസ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും, എന്നാൽ മറ്റുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ ഷാനവാസിന് ഇടയ്ക്കേറി സംസാരിക്കാം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഓപ്പൺ നോമിനേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഷാനവാസിൻ്റെ പേര് ആരെങ്കിലും പറയുകയോ ഷാനവാസിൻ്റെ എന്തെങ്കിലും കുറ്റം പറയുകയോ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് അലമ്പുണ്ടാക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇന്നത്തെ എപ്പിസോഡിലും ലാലേട്ടൻ എന്തോ ഒരു കാര്യം ഷാനവാസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചപ്പോൾ ആരിനാണെന്ന് തോന്നുന്നു, ആരിനോ അക്ബറോ എന്തോ അഭിപ്രായം പറയുന്ന സമയത്ത് ഷാനവാസ് അത് ഇഷ്ടപ്പെടാതെ ഷാനവാസ് സംസാരിക്കാൻ ശ്രമിക്കുകയും ലാലേട്ടൻ ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്നും ലാലേട്ടൻ വക ഷാനവാസിന് നല്ല രീതിയിലുള്ള പണി കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.